ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ അതൊടുവിൽ സംഭവിക്കുന്നു പ്രേക്ഷകരെ. ഇത്രയും നാളും അരികിൽ വരും നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരം പിടിക്കാൻ വേണ്ടി ശ്രുതി വീണ്ടും കുറെ കള്ളങ്ങളൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. പക്ഷേ ഇത്തവണ നമ്മുടെ ശ്രുതിയുടെ ചീട്ട് കീറി ഗൈസ്. അതെ, കീറി എന്ന് പറഞ്ഞാൽ അട്ടപ്പടലം കീറിട്ടോ. എന്തായാലും ആദ്യം തന്നെ നമ്മുടെ ആ കല്യാണം നടക്കും കേട്ടോ. ആ കല്യാണത്തിന്റെ അവിടെ നമുക്കറിയാലോ, നമ്മുടെ നമ്മുടെ ബീരാനിക്കാന്റെ പെങ്ങളുടെ മകന്റെ കല്യാണമാണല്ലോ. അപ്പൊ ശ്രുതി നമ്മുടെ ബീരാനിക്കാനെ അവിടുന്ന് പറഞ്ഞുവിടാൻ കുറെ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ബീരാനിക്ക പറയുന്നുണ്ട്, ഇത് വല്ലവരുടെയും കല്യാണമല്ല, ഇത് എന്റെ പെങ്ങളുടെ മകന്റെ കല്യാണമാണ്, ഇതെനിക്ക് കൂടിയേ പറ്റൂ എന്ന് പറയുകയാണ്. ലാസ്റ്റ് നമ്മുടെ ശ്രുതി നമ്മുടെ സച്ചിനെയും രേവതിനെ അവിടെ നിന്ന് ഓടിക്കാൻ കുറെ ശ്രമിക്കുന്നു. പക്ഷെ നടപടിയാവുന്നില്ല. സച്ചിക്കും രേവതിക്കും മുന്നിൽ കൃത്യമായിട്ട് ബീരാനിക്ക വന്ന് പെടുന്നുണ്ട്. ബീരാനിക്ക സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. അതായത് ശ്രുതി തന്നെ കൊണ്ട് അഭിനയിപ്പിച്ചതാണെന്നുള്ള സകല കാര്യങ്ങളും പറയുന്നുണ്ട്. ശേഷം ഇവര് നേരെ നമ്മുടെ ബീരാനിക്കാനെയും പൊക്കി ചന്ദ്രോദയം വീട്ടിലേക്ക് വരികയാണ് ഗൈസ്. എന്നിട്ട് നമ്മുടെ ശ്രുതിനെ വിളിക്കുകയാണ്. ശ്രുതി വരുമ്പോഴത്തേക്കും നമ്മുടെ ബീരാനൊക്കെ ഇങ്ങനെ പ്രതിനെ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സച്ചിൻ രേവതിയും നമ്മുടെ ശ്രുതിനെ വിചാരണ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നു. അടുത്ത കോടതി കൂടാൻ പോവാണ് ഗൈസ് നമ്മുടെ ചന്ദ്രോദയം വീട്ടിൽ. ഇനി എന്തായിരിക്കും നമ്മുടെ ചന്ദ്രമതിയുടെ പ്രതികരണം? അതാണ് നമുക്ക് അറിയേണ്ടതല്ലേ. കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.